ഹേ ബീബ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഒരു സാഡ് ന്യൂസ് പറയാൻ വേണ്ടി പോവാണ്. അത് വേറൊന്നുമല്ല, ഇനി മുതൽ ഈ ഡ്രാമ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ GNTV ആണ് ഈ ഒരു ഡ്രാമ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ നിങ്ങളുടെ മുമ്പ് തന്നെ ഒരു കാര്യം പറയേണ്ടതായിരുന്നു, അത് പറയാൻ വേണ്ടി വിട്ടുപോയി. ഈ ഡ്രാമ എന്ന് പറയുന്നത് ജാപ്പനീസ് ഡ്രാമയുടെ റീമേക്കാണ്. അപ്പോൾ നമ്മുടെ ജപ്പാൻകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ GNTVക്കാർക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം ഉണ്ടാക്കി ഗൈസ്. അതായത് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്തു. അതുകൊണ്ട് അവർക്ക് ഇനി ഈ ഡ്രാമ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇറ്റാലിയൻ പീപ്പിൾസിന് മാത്രമേ ഇത് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇന്റർനാഷണൽ ഫാൻസിന് ഇനി മുതൽ കാണാൻ വേണ്ടി പറ്റത്തില്ല. എന്ത് പരിപാടിയല്ലേ ചെയ്തത്. നല്ലൊരു ഡ്രാമയായിരുന്നു. ഇവർ രണ്ടുപേരുടെ കുറേ വർഷത്തിന് ശേഷമുള്ള ഡ്രാമയായിരുന്നു. അതിങ്ങനെ ആയിപ്പോയി. നല്ല ആക്ടേഴ്സ് ആയിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഡ്രാമയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ വലിയൊരു പവറൊക്കെ കിട്ടിയിട്ട് അവൻ നമ്മുടെ റോക്കിന് വേണ്ടിയിട്ട് ലേറ്റ് നൈറ്റായിട്ട് ജോലിയൊക്കെ ചെയ്ത് കരണും അവനെ ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മഴ കാരണം നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ ടാക്സി കിട്ടുന്നില്ല. ഫൈനലി നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ അവനൊരു ഓഫർ കൊടുക്കുകയാണ്, അവൻ്റെ റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം യാദൃച്ഛികമായിട്ട് പരസ്പരം കർച്ചീവ് പിടിക്കുന്ന ടൈമിൽ നമ്മുടെ കരണ്ട കൈ തട്ടിയിട്ട് നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ കരണ്ട മനസ്സിലുള്ള വിഷ്വൽസ് ഒക്കെ അവന് മനസ്സിലാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ റൊമാൻറ്റിക് ആയിട്ട് തലയൊക്കെ തുടച്ചു കൊടുത്തിട്ട് അവൻ അങ്ങനെ പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടേ കിടത്തുന്ന സീൻസ്. ഇതൊക്കെ കണ്ട നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അകപ്പാട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് കണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ ഒരു കള്ളച്ചിരി പാസ്സാക്കിയിട്ട് ഡോറ് ക്ലോസ് ചെയ്യുന്നതായിരുന്നു. അതിനുശേഷം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അവൻ്റെ മൈൻഡിൽ തന്നെ പറയുന്നുണ്ട്, കുഴപ്പമില്ല ആച്ചി, നിനക്കാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ മൈൻഡ് വായിക്കാനുള്ള പവർ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പവർ യൂസ് ചെയ്തിട്ട് കരൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന് എതിരായിട്ട് പ്രവർത്തിക്കാമല്ലോ. അങ്ങനെ ഒരു തിങ്കോട് കൂടിയാണ് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറിയൊന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. ഒരു സോഫയിലാണെന്നുണ്ടെങ്കിൽ 2 പില്ല അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കിടക്കുവാണ്. ഇതാണ് നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ സോറി എൻ്റെ റൂമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അലമ്പായിട്ട് കിടക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞത് ഈ റൂമിനാണോ? അപ്പോൾ നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ ചിരിക്കുന്നുണ്ട്. ചിരിച്ചിട്ട് നമ്മുടെ ആച്ചി എടുത്ത്, ആച്ചി നീ ഇവിടെ വന്ന് ഇരിക്കേ, ഇത് നിന്റെ സ്വന്തം വീട് പോലെ കണ്ടാൽ മതിയെന്ന്. നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ സോഫയിലേക്ക് കയറി ഇരിക്കുമ്പോൾ അവനാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. റൂമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ലീൻ ആയിട്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. അപ്പോൾ അവൻ ചിന്തിക്കുവാണ്, ഈ റൂമൊക്കെ നോക്കി എന്തോരം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്, ശരിക്കും അതിൻ്റെ ഓണറിനെ പോലെ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ ഇതും പറഞ്ഞിട്ട് ഇവൻ കാലുകൊണ്ട് തട്ടുന്നത് ഒരു ബുക്കിലേക്കാണ്. ബുക്ക് വേറെ ഒന്നുമില്ല, അവരുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ മാങ്ക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കാർട്ടൂൺ എന്ന് പറയാം. കാർട്ടൂൺ ബുക്കിലേക്കാണ് ഇവൻ കയറി തട്ടുന്നത്. ഇത് കണ്ടപാടെ നമ്മൾ കണ്ണാന്നുണ്ടെങ്കിൽ അയ്യോ സോറി ഞാൻ അത് എടുത്തു വെക്കാണ്ടി മറന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓടി ചെന്നിട്ട് ആ ഒരു കാർട്ടൂൺ ബുക്കിലേക്ക് കയറി പിടിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ആച്ചിയും പിടിക്കുന്നുണ്ട്. രണ്ടുപേരും കൈ ടച്ച് ആവുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ കരൺ പറയുന്ന കാര്യങ്ങളെല്ലാം ആച്ചിക്ക് കേൾക്കുവാണ്. കരൻ്റെ മൈൻഡിൽ ഞാൻ ഈ ഒരു കാർട്ടൂണൊക്കെ വായിക്കുന്ന കാര്യം ആച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാട് നാണക്കേടാവും, ഇതവൻ കാണാൻ പാടില്ല എന്ന്. അപ്പം നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ കരൺ നോക്കിയിട്ട് നീ ഈ കാർട്ടൂണൊക്കെ വായിക്കുമോ, എനിക്ക് ഈ കാർട്ടൂണൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇതേക്ക് നമ്മുടെ കരണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ആശ്വാസമാവുന്നുണ്ട്. ഞാനും വായിക്കാറുണ്ട്. ഇതേക്ക് നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഇതിലുള്ള വില്ലനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ നിനക്ക് വില്ലനെ ഇഷ്ടമാണോ, ഇതിൽ ഈ ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് പറയുന്നത് സൂപ്പർ ആണെന്ന് പറഞ്ഞ് രണ്ടൊരു കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാന്നുണ്ടെങ്കിൽ എത്ര സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ് നോക്കി, കർണ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള മാനിന് കാർട്ടൂണൊക്കെ ഇഷ്ടമാണെന്ന്. വല്ലാത്ത സംഭവം തന്നെ. ഇത് മനസ്സിൽ തിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ ആച്ചി ഇപ്പോൾ ഒരുപാട് ടൈമായി, നീ പോയി ചെന്ന് കുളിച്ചിട്ടോ, നിനക്ക് വേണ്ടി ഞാൻ ഡ്രസ്സ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഒരു പൈജാമ എടുത്തിട്ട് നമ്മുടെ ആച്ചിയുടെ നിർത്തി കിട്ടുകയാണ്. ആച്ചി അത് വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ കരണ്ട് ആച്ചിയുടെ കൈ തമ്മിൽ ടച്ച് ആവാണ്. അപ്പോൾ നമ്മുടെ കരണ്ട് മൈൻഡിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പിന്നെ ആച്ചിക്ക് കേൾക്കുവാണ്. കരൺ പറയുന്നത്, ആച്ചി ഫൈനലി ആ ഒരു ഡേ വന്ന് ഈ ഒരു പൈജാമ ഞാൻ ഓൾറെഡി നിനക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചാണ്. എനിക്ക് തോന്നുന്നത് ഈ പൈജാമ ഇടുമ്പോൾ നീ ഒന്നുകൂടി ക്യൂട്ടാവുന്നു, ശരിക്കും നിനക്കത് ചേരും, നീ ഒന്ന് ഇട്ടുകൊണ്ട് വാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേക്ക് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഡ്രസ്സ് പിടിച്ച് വാങ്ങിച്ചിട്ട് എന്തോ ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഇവൻ ശരിക്കും ഇത് എനിക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചാണെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഇല്ല, ഇതൊരു കാരണവശാലും ഞാൻ ഇടത്തില്ല എന്ന് പറഞ്ഞാൽ ഇതാ ഇട്ടുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം അവൻ്റെ മൈൻഡിൽ ഇപ്പം ഞാൻ ഇത് ഇട്ടേ പറ്റത്തുള്ളൂ, ഇപ്പം ഞാൻ ഇതിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാൻ ഏത് ഡ്രസ്സ് ഇടും, എന്തായാലും ഓഫീസിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവൻ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വരുമ്പോൾ മുമ്പിരിക്കുന്ന നമ്മുടെ കാരണം ഇവനെ കണ്ടപാടെ തന്നെ കണ്ണെടുക്കാതെ ഇവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിനക്ക് ശരിക്കും ഈ ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ സ്യൂട്ട് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആച്ചി എന്നൊരു ടെൻഷൻ അടിച്ചിട്ടാണ് അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം അവൻ ആ വീട്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പേ കുറച്ച് ഇമാജിനേഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കരണ്ട മൈൻഡിലുള്ളത്. നമ്മുടെ കരണ്ടാന്നുണ്ടെങ്കിൽ ആച്ചിയുടെ കയ്യിലേക്ക് ഒരു ഐ മാസ്ക് കൊടുത്തിട്ട് ഈ ഒരു കട്ടൻ ഇട്ടാലും പുറത്തു നിന്നുള്ള വെട്ടം അകത്തേക്ക് അടിക്കും. അപ്പോൾ പിന്നെ നീ ഒരു ഐ മാസ്ക് വെച്ച് കിടക്കാന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല തന്നെ ഉറങ്ങാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു ഐ മാസ്ക് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും പിന്നെയും കരൻ്റെ കൈയായിട്ട് ടച്ച് ആവുകയാണ്. അപ്പോൾ നമ്മുടെ കരൺ പറയാണ്, ആച്ചി ഈ ഒരു ഡ്രസ്സിൽ നിന്നെ കാണാൻ വളരെയധികം ക്യൂട്ടായിട്ടുണ്ട്, ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഈ ഒരു ഡ്രസ്സിൽ നിന്നെ കാണണമെന്ന്. ഇതിലുള്ള എംബ്രോയിഡറി വർക്ക് എന്ന് പറയുന്നത് നിന്റെ ചെവിയുടെ അടുത്തുള്ള ആ ഒരു ബ്ലാക്ക് മാർക്ക് ആണെന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഷോക്കായിട്ട് സത്യമായിട്ടും ഇതേക്ക് നമ്മുടെ കാരണം എന്നുണ്ടെങ്കിൽ എന്ത് പറ്റി,
ഒന്നുമില്ല, നീ പോയി കുളിച്ചിട്ട് വാ, ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയില്ലേ എന്ന് നമ്മൾ ആച്ചി നമ്മുടെ കരണ്ട് അടുത്ത് പറയുമ്പോഴേ കരണ്ടാന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. അപ്പോൾ നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ ശരിക്കും വെട്ടാവാണ്. അവനാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് എൻ്റെ മൈൻഡ് വായിക്കാനുള്ള കഴിവ് വെച്ച് ഇതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്ത് നിർത്താമെന്ന്. പക്ഷെ നോക്കിയേ ഫൈനലി അത് തന്നെ എനിക്ക് പ്രശ്നമായിട്ട് വന്ന്. ഇപ്പോൾ അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം കേട്ട് കേട്ട് എനിക്ക് ആകപ്പാട് വട്ടായി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇനി ഒരേ ഒരു അടവ് മാത്രമേ ഉള്ളൂ പ്രയോഗിക്കാനുള്ളൂ, ഉറങ്ങിയതുപോലെ അഭിനയിക്കാം, അതായിരിക്കും നല്ലത്. അതാകുമ്പോൾ അവൻ എന്ത് കാണിച്ചു കൂട്ടിയാലും എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. അങ്ങനെ ഇതും പറഞ്ഞിട്ട് നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഉറങ്ങിയ പോലെ അഭിനയിച്ചിങ്ങനെ നടക്കുവാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കരൺ വരുന്നുണ്ട്. കരൺ വന്ന പാടെ തന്നെ നമ്മുടെ ആച്ചിയെ നോക്കിയിട്ട്, ആച്ചി നീ ഇങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ കാണാൻ എന്തോരം ക്യൂട്ടാണ്, ആക്ച്വലി എനിക്ക് നിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു. ഇതേക്ക് നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ എന്തോന്ന് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ, ആച്ചി ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, പക്ഷേ ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നീ പെട്ടെന്ന് തന്നെ ഉണർന്നു കഴിഞ്ഞാൽ നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടത്തില്ലേന്ന്. അപ്പോൾ നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ എങ്ങാനും എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ നിനക്ക് വേണ്ടുന്ന സമ്മാനം തന്നെ തരുമെന്ന്. പിന്നെ നമ്മുടെ കറണ്ട് മൈൻഡിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല, ആച്ചി ഇങ്ങനെ എനിക്ക് അടുത്ത് കിട്ടണമെന്നില്ല. ഇതും പറഞ്ഞിട്ട് നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ ക്ലോസ് ആയിട്ട് ചെല്ലുവാണ്. അപ്പോൾ നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ, കാരണം നീ ഇപ്പോൾ എന്നെ കിസ് ചെയ്യാൻ വേണ്ടി പോകണോ, നീ എന്നെ കിസ് ചെയ്യുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നീ എൻ്റെ അടുത്ത് നിന്ന് അടി വാങ്ങിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ ഇവൻ്റെ ചെവിയുടെ അടുത്തേക്ക് എന്നിട്ട് ആച്ചി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവനാന്നുണ്ടെങ്കിൽ ആ ഒരു ഐ മാസ്ക് ഇട്ട് കൊടുത്തിട്ട് കട്ടൺ ക്ലോസ് ചെയ്തിട്ടിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. വന്ന് ഈ BL സീരീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബിൽഡപ്പാണ്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒന്നാമത് ഈ ഡ്രാമ എന്നുണ്ടെങ്കിൽ അവസാനിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സീൻ കാണിച്ചിട്ട് അവസാനിപ്പിച്ചാൽ പോരെ, ഇതിപ്പോൾ അവിടെയും തൊടത്തില്ല ഇവിടെയും തൊടത്തില്ല, ആക്കിയുള്ളൂ എൻ്റെ കഷ്ടകാലം. കാരണം അവിടെ നിന്ന് പോയ പടത്തിന് നമ്മൾ ആച്ചി എന്നുണ്ടെങ്കിൽ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഇവൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ട് പോയത്, ജസ്റ്റ് ഒരു ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബിൽഡപ്പ് നടത്തിയത്. പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ ഹാർട്ട് ഇത്രയധികം റേസ് ആവുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു എംബ്രോയിഡറി വർക്കിലേക്ക് നോക്കുന്നുണ്ട്. ശരിക്കും ഇതെൻ്റെ ചെവി തന്നെയാണെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ കരണിനെ കാണിക്കുകയാണ്. കരണമെന്നുണ്ടെങ്കിൽ ഉറങ്ങാതെ അങ്ങനെ തന്നെ കിടക്കുവാണ്. അല്ലേ തന്നെ ആർക്കാണ് ഉറങ്ങാൻ പറ്റുന്നത്, സ്വന്തം ക്രഷ് അപ്പുറത്ത് കിടക്കുമ്പോൾ. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ആച്ചി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാരണം ചോദിക്കുന്നുണ്ട്, നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റെന്ന്. അപ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ മറുപടി പറയുന്നത്, നീ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇതേക്ക് നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ കൊള്ളാലോ നിൻ്റെ പവർ എന്ന്. അതിന് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണല്ലേ മൂടി വെച്ചിട്ടുള്ളൂ, അല്ല എൻ്റെ മൂക്കൊന്നും മൂടി വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ, ആച്ചി നീ പോയി ചെന്ന് മുഖം കഴുകിയിട്ട് വാ, നിനക്കുള്ള ഫുഡ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിലും മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാരണം അന്നേരം ചോദിക്കുന്നുണ്ട് ഫുഡ് എങ്ങനെയുണ്ടെന്നൊക്കെ. ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് സൂപ്പറായിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഓക്കെ, ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കഞ്ഞിയിലേക്ക് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആച്ചി എന്നുണ്ടെങ്കിൽ, കരൺ എനിക്ക് ഈ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് ഭയങ്കര ഇഷ്ടമാണ്, സൂപ്പറായിട്ടുണ്ടെന്ന് പറയുമ്പോൾ കരണമെന്നുണ്ടെങ്കിൽ, ആണോ നിനക്കിത് ഇഷ്ടമാണോ, ശരിക്കും നീ ലക്കി തന്നെയാണെന്ന്. അപ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇടാൻ വേണ്ടി പെപ്പർ എടുക്കാൻ വേണ്ടി പോണ്. ആ ഒരു കറക്റ്റ് ടൈം തന്നെ നമ്മുടെ കരണ്ടും പെപ്പർ എടുക്കാൻ വേണ്ടി പോണ്. രണ്ടുപേരുടെ കൈ തമ്മിൽ ടച്ച് ആകുമ്പോൾ നമ്മുടെ കരണ്ട് മൈൻഡിലാണെന്നുണ്ടെങ്കിൽ, ആച്ചി നിനക്ക് ഈ ഒരു ബോയിൽഡ് എഗ്ഗ് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചത്, നിനക്കിത് ഇഷ്ടമായതുകൊണ്ട് മാത്രം. ഇതേക്ക് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ, എന്തോന്ന് നീ ഇത് പഠിച്ചത് എനിക്ക് വേണ്ടി മാത്രമാണെന്ന്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് ഗൈസ്, ഈ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് ഉണ്ടാക്കണമെങ്കിൽ ഇത്രയധികം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു എഗ്ഗ് എടുത്തങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ. അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ നമ്മൾ ആച്ചിയാന്നുണ്ടെങ്കിൽ ഫുഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ലിപ്പിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് ആവുന്നുണ്ട്. ഉടനെ തന്നെ നമ്മൾ കാണാന്നുണ്ടെങ്കിൽ നിന്റെ ലിപ്പിൽ ഫുഡായെന്നും പറഞ്ഞിട്ട് അവൻ്റെ കൈ കൊണ്ട് തന്നെ തുടച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടിയിട്ട് ഇന്നേ വരെ ഈ ഒരു കാര്യങ്ങളൊന്നും ആരും തന്നെ ചെയ്തു തന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് എനിക്ക് വേണ്ടി ഒരാൾ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്താലോ എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് വരുവാണ്. അപ്പോൾ നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ ആച്ചി എടുത്ത്, ആച്ചി നീ വേണമെങ്കിൽ ടൈം മാറ്റിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസിലുള്ളവർ വിചാരിക്കും നീ ഇന്നലെ നൈറ്റ് റൂമിലേക്ക് പോയിട്ടില്ലാന്ന്. എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു ടൈ ഉണ്ട്, ഞാൻ നിനക്ക് ഇട്ട് കേട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഓക്കെ പറയാണ്. അപ്പം തന്നെ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ടൈ ഊരി മാറ്റിയിട്ട് നമ്മുടെ കരൺ കൊണ്ടുവന്നിട്ടുള്ള ടൈ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കരൻ്റെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫീസിലുള്ള ആൾക്കാരൊക്കെ എന്ത് തികയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കപ്പിൾസിൻ്റെ ഡ്രസ്സ് ഇടണമെന്ന്. പക്ഷേ അത് നടക്കാതെ പോയി. എന്നാലും കുഴപ്പമില്ല, ഇപ്പം ടൈയുടെ കാര്യത്തിലെങ്കിലും മാച്ച് ആയല്ലോ എന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ, എന്തോന്നാണ് ഈ പറയുന്നത്, അപ്പോൾ പിന്നെ നീ ഇതെല്ലാം പ്ലാൻ ചെയ്തതാണെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ അവിടേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസിലെ ലേഡി വരുന്നുണ്ട്. ലേഡി വന്ന പാടെ തന്നെ ഇവരുടെ ഹായ് ഒക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലത്തെ ടൈ കെട്ടിയേക്കാണ്. ഇത് കൊള്ളാലോ, നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ടൈ ആണല്ലോ കെട്ടിയേക്കുന്നത്, അപ്പോൾ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്നൊക്കെ പറയാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ആച്ചി എന്നുണ്ടെങ്കിൽ, ഒന്നുമില്ല, ഞങ്ങൾ തമ്മിലൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് അല്ലേ കരൺ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ കരണമെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞത് ശരിയാണെന്ന്. അപ്പോൾ ഈ ഒരു ലേഡി എന്നുണ്ടെങ്കിൽ, അതിന് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ജസ്റ്റ് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞില്ലേ, നിങ്ങൾ ഇത്രയധികം സീരിയസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് എന്തെങ്കിലും റോക്ക് വരുന്നത്. റോക്ക് വന്ന
പാടെ തന്നെ ലേഡിയാന്നുണ്ടെങ്കിൽ റോക്കിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് റോക്ക് ഇത് നോക്കി രണ്ടുപേരും ഒരേപോലെയുള്ള ടൈ ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇവരെ കാണാൻ ശരിക്കും ലവേഴ്സിന് മാതിരി ഇല്ലേന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ റോക്കിനാന്നുണ്ടെങ്കിൽ ഏതാണ്ട് ബാധിച്ച പോലെ അവനാന്നുണ്ടെങ്കിൽ ലവേഴ്സാന്ന് പറഞ്ഞ് അവനൊരുമാതിരി കരഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങ് ഓടുവാണ്. ഇവർക്കാന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവാതിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ റോക്കിനെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണ്. നീ എന്തിനാണ് നിന്റെ വർക്ക് ആച്ചിക്ക് കൊടുത്തത്? ആച്ചി ഇന്നലെ നൈറ്റ് ഫുള്ളിരുന്ന് വർക്ക് ചെയ്യായിരുന്നു. നീ ചെയ്യേണ്ട ജോലികൾ നീ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കാന്നുണ്ടെങ്കിൽ ആച്ചി വരുന്നുണ്ട്. ആച്ചി ഇതൊക്കെ കേട്ടോണ്ടാണ് വരുന്നത്. അവനാന്നുണ്ടെങ്കിൽ വന്നിരുന്ന പടത്തിനെ അവനെ കുറ്റം പറയണ്ട, അവന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ലാസ്റ്റ് നൈറ്റ് ഞാൻ ചെയ്ത വർക്കിന് അവനാന്നുണ്ടെങ്കിൽ എനിക്ക് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ ആച്ചി വെറുതെ നീ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട, ഇതവൻ ചെയ്തത് തെറ്റാണ്, തെറ്റ് തന്നെയാണ്. ഇവരിപ്പോൾ ഇതിനുള്ള എക്സ്പ്ലെയിൻ എനിക്ക് തന്നില്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ എന്തോ പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ റോക്കാന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ച് തരുന്നുണ്ടെന്ന്. അപ്പോൾ ഇവനിങ്ങനെ ഒരുമാതിരി ഡള്ളായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഷോൾഡറിലേക്ക് കൈ ഇങ്ങനെ തട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോക്കിൻ്റെ മൈൻഡിൽ പറയുന്നത് ഇന്നലെ നൈറ്റ് ഉണ്ടായ സംഭവം എന്നെ കൊണ്ട് മറക്കാൻ വേണ്ടി പറ്റുന്നില്ല, ശരിക്കും റൂഡായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ആച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ എന്തോ പറ്റിയെന്ന്. കുറച്ച് കഴിയുമ്പോഴേ നമ്മുടെ റോക്ക് ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടേക്കെന്നുണ്ടെങ്കിൽ ആച്ചി വരുന്നുണ്ട് ഡ്രിങ്കുമായിട്ട്. വന്ന പാടെ തന്നെ റോക്കിനെ കൊടുത്തിട്ട് റോക്ക് നിനക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ ശരിക്കും അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ അടുത്ത് പറഞ്ഞോളാൻ പറയാണ്. ഇതേക്ക് നമ്മുടെ റോക്കാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഷോക്കോടുകൂടി തന്നെ നമ്മുടെ ആച്ചിയെ നോക്കുമ്പോൾ ആച്ചിയാന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല പറഞ്ഞത്, നിന്നെ കണ്ടപ്പോഴും നീ ആകെപ്പാടെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് തോന്നി, അപ്പോൾ പിന്നെ നിനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്, എന്താണെങ്കിലും പറഞ്ഞോളാൻ പറയുമ്പോഴത്തേക്കും നമ്മൾ റോക്കാന്നുണ്ടെങ്കിൽ ഇവനെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരയാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട് ഇന്നലെ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ആക്ച്വലി അവൾ എന്തിനാന്ന് അറിയാൻ എന്നെ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. അവൾ എൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവൾ എന്നെ ഒരിക്കൽ പോലും ലവ് ചെയ്തിട്ടില്ല, ആക്ച്വലി അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്, പക്ഷേ ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടം, അല്ലാതെ എൻ്റെ പേരിൽ അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലാന്ന്. ഇതൊക്കെ നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാരണമാണെന്നുണ്ടെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി ചെയ്തു കൊടുക്കത്തില്ലേ, അതൊക്കെയാണ് ഇവൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ കരൺ ചെയ്യുന്ന കാര്യങ്ങളോ അങ്ങനെയെന്ന് പറഞ്ഞ് തിങ്ക് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ റോക്കാന്നുണ്ടെങ്കിൽ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ അവൾ എന്നെ യൂസ് ചെയ്യില്ലായിരുന്നോ, അവളുടെ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ശരിക്കും ഞാനൊരു സ്റ്റുപ്പിഡ് ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആച്ചി ആലോചിക്കുന്നത് അപ്പോൾ പിന്നെ കരൻ്റെ കാര്യത്തിലും അങ്ങനെ ആയിരിക്കും, ഞാൻ ശരിക്കും കരനെ യൂസ് ചെയ്യായിരിക്കും, ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ഇവ ഉറക്കെ പറയുമ്പോൾ നമ്മുടെ റോക്ക് വിചാരിക്കുന്നത് ആച്ചിയെന്നുണ്ടെങ്കിൽ അവന് സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞ് വിളിച്ചതായിട്ടാണ്. ഇത് കേൾക്കുന്ന നമ്മൾ റോക്കാന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ എന്തോ വിളിച്ചത്, എന്നെ സ്റ്റുപ്പിഡ് എന്നോ, നിനക്ക് എങ്ങനെ വിളിക്കാൻ വേണ്ടി തോന്നി, അപ്പം നിനക്കും തോന്നിയില്ല ഞാൻ സ്റ്റുപ്പിഡ് ആണെന്ന്. അപ്പോൾ നമ്മൾ ആച്ചിയെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എങ്ങനെയോ എസ്കേപ്പ് ആയിട്ട് ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. ഓഫീസിൽ വന്നിരിക്കുമ്പോൾ ചിന്തിക്കുന്നത് അതൊക്കെ തന്നെയാണ്, അവൻ്റെ പ്രോബ്ലം തീർക്കാൻ വേണ്ടി ഞാൻ അവിടേക്ക് പോയി, ഫൈനലി ഞാൻ പ്രോബ്ലത്തിലായി, ഇനിയിപ്പോൾ എന്തോ ചെയ്യും, അവൻ പറഞ്ഞ പോലെ ആയിരിക്കും എൻ്റെ കാര്യം, ഞാൻ കരൻ്റെ അടുത്ത് നിന്ന് അഡ്വാൻറ്റേജസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ, എന്നെ കൊണ്ട് ഇതെല്ലാം തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴേ അവിടേക്ക് കരൺ വരുന്നുണ്ട്. കരൺ വന്ന പാടെ തന്നെ ഒരു ബോട്ടിൽ സ്പ്രേ എടുത്തിട്ട് ഇവന് നേർക്ക് നീട്ടുവാണ്. ഇത് മൊസ്കിറ്റോ സ്പ്രേ ആണ്, സാറ്റർഡേ നമുക്ക് ഔട്ടിംഗ് ഇല്ലേ, അപ്പോൾ പിന്നെ നിനക്ക് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേ നമ്മൾ ആച്ചി എന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നില്ല, എന്തിനാ വെറുതെ നീ ബുദ്ധിമുട്ടുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ എനിക്കെന്ത് ബുദ്ധിമുട്ട്, എനിക്കൊരു ക്ലയൻറ്റ് തന്നെയാണ്, എൻ്റെ കയ്യിൽ വേറെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. കരൻ്റെ കയ്യിലേക്ക് ടച്ച് ആവുകയാണ്. അപ്പോൾ നമ്മുടെ കരൺ പറയാണ് ഞാൻ പിന്നെയും നിൻ്റെ അടുത്ത് കള്ളം പറയേണ്ടി വന്നു, ആക്ച്വലി ആ സ്പ്രേ വാങ്ങിച്ചു തന്നത് ക്ലയൻറ്റ് അല്ല, അത് ഞാൻ നിനക്കായിട്ട് തന്നെ വാങ്ങിച്ചതാണെന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഷോക്കായിട്ട് പെട്ടെന്ന് തന്നെ അവൻ വാങ്ങിക്കേണ്ടി വന്നില്ലേ, അവൻ പെട്ടെന്ന് തന്നെ കൈ എടുത്ത് മാറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ വേണ്ടാന്നുള്ള മട്ടി നിൽക്കുകയാണ്. അവിടേക്ക് ബോസ് വരുന്നുണ്ട്. ബോസ് വന്ന പാടെ തന്നെ ആച്ചി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ എൻ്റെ ക്യാമ്പിലേക്ക് വരാൻ വേണ്ടി പറയാണ്. ഇവനാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ക്യാമ്പിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ബോസാന്നുണ്ടെങ്കിൽ ഇന്നലെ നൈറ്റ് നീയാണ് റോക്കിനെ ഹെൽപ്പ് ചെയ്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് ഹാപ്പിയായി, നീ ശരിക്കും കൈൻഡായിട്ടുള്ള പേഴ്സൺ ആണെന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കല്ല ഒരു വർക്ക് ചെയ്ത് തീർത്തത്, എൻ്റെ കൂടെ കാരണം ഉണ്ടായിരുന്നത്. ഇതേക്കുന്ന ബോസാന്നുണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിലേക്ക് ഒരു വൗച്ചർ എടുത്ത് കൊടുത്തിട്ട് ഇതൊരു റെസ്റ്റോറൻറ്റ് വൗച്ചറാണ്, ഫ്രീ ആയിട്ട് പോയി ചെന്ന് ഫുഡ് കഴിക്കാം, നീ പോയി ചെന്ന് ഫുഡ് കഴിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് എന്തെങ്കിലും കരൺ വരുന്നുണ്ട്. കരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് അവിടേക്ക് വരുന്നത്. കരനെ കണ്ട പാടെ തന്നെ ബോസാന്നുണ്ടെങ്കിൽ കരൺ വന്നോ, അപ്പം ഞങ്ങൾ രണ്ടുപേരും നിന്നെ പറ്റി സംസാരിച്ചേ ഉള്ളൂ, നീയും കൂടി ചെന്നിട്ടാണല്ലേ ആ ഒരു വർക്ക് ചെയ്ത് തീർത്തത്, അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി ചെന്ന് ഫുഡ് കഴിക്കാനെന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലൊന്നും ചോദിക്കുമ്പോൾ ഈ ഒരു ബോസാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി ചെന്ന് ഫുഡ് കഴിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആച്ചിയുടെ തോളത്തേക്ക് കെട്ടുന്നുണ്ട്. ആച്ചിയാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. അവൻ എത്രത്തോളം അകലാൻ വേണ്ടി ശ്രമിക്കുന്നോ അത്രത്തോളം അടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആച്ചി ഒരു അവസരം പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ എന്നിട്ട് കരൺ വരുന്നുണ്ട്. നീ എന്താണ് റെസ്റ്റോറൻറ്റിലേക്ക് പോകേണ്ടതെന്ന് തീരുമാനിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഇതേക്ക് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഒരുമാതിരി മടിച്ചിട്ട് ഇല്ല ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ടാബിൽ ഞാൻ റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ട്, നല്ല റിവ്യൂ ആണ്, നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആച്ചിയുടെ നേർക്ക് നീട്ടുന്നുണ്ട്.
ആച്ചെന്നുണ്ടെങ്കിൽ ടാബിലേക്ക് പിടിച്ച് നോക്കുമ്പോഴേ നമ്മുടെ കരന്റെ കയ്യിലേക്ക് ടച്ച് ആവുകയാണ്. അന്ന് നമ്മുടെ കരൻ പറയാണ്, ആച്ചി ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല നീയുടെ ഡേറ്റിങ്ങിന് പോകാൻ പറ്റുമെന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ വല്ലാണ്ടായിട്ട് അവന്റെ കയ്യിലുള്ള വൗച്ചർ എടുത്ത് കരന്റെ നേർക്ക് നീട്ടിയിട്ട്, കരൻ എനിക്ക് തോന്നുന്നത് നീ വേറെ ഒരാളുടെ ഫുഡ് കഴിക്കാൻ പോകുന്നേ നല്ലതെന്ന്. ഇതേക്ക് നമുക്ക് കരനാന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. നമ്മുടെ കരനാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ജിൻഡയാണ്. ജിൻഡയ്ക്കാന്നുണ്ടെങ്കിൽ നോവൽ എഴുതണം, പക്ഷേ യാതൊരു തരത്തിലുള്ള സ്റ്റോറിയും കിട്ടുന്നില്ല. അവനാന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. അന്നേരം അടുത്തുള്ള പൂച്ചക്കുട്ടിയെടുത്തും ചോദിക്കുന്നുണ്ട്, പൂച്ചക്കുട്ടി നിന്റെ കയ്യിൽ വല്ല ഐഡിയസ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഇവനാന്നുണ്ടെങ്കിൽ പൂച്ചയെടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുകയാണ്. തുറന്നു നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഡെലിവറി ബോയ്, അവന്റെ പേര് മിന്നാണ്. അവനാന്നുണ്ടെങ്കിൽ ഒരു പാഴ്സലായിട്ട് വന്നേക്കാണ്. പാഴ്സൽ കൊണ്ടുവന്ന പാടെ തന്നെ നമ്മുടെ ജിൻഡയുടെ കയ്യിലേക്ക് നിടുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് സൈൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോഴേക്കും നമ്മുടെ ജിൻഡ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാഴ്സൽ അവന്റെ അല്ല. അന്നേരം അവനാന്നുണ്ടെങ്കിൽ മിൻ്റെ എടുത്ത്, ഇതാ നോക്കിയേ, ഈ ഒരു പാഴ്സൽ എന്റെ അല്ല, എന്റെ റൂം നമ്പർ ഓക്കെ, ഇതിനകത്തുള്ള റൂം നമ്പർ ഓക്കെ, ഇത് രണ്ട് റോങ് ആണ്. ഇനി ഇങ്ങനെ പാഴ്സലെ കൊണ്ടുവരുമ്പോഴേ നോക്കി കണ്ട് വേണം കൊണ്ടുവരാനെന്ന്. ഇതേക്ക് നമ്മൾ മിന്നാന്നുണ്ടെങ്കിൽ സോറി പറയുന്നുണ്ട്. സോറി പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ നിന്നേ, ഒരു അഡ്വൈസ് കൂടി ഞാൻ ഫ്രീ ആയിട്ട് തരാം. ഇങ്ങനെ ബിൽഡിങ്ങിലേക്കൊക്കെ കയറുമ്പോഴേ ഹെൽമെറ്റ് ഊരിയിട്ട് വേണം കയറാൻ. ബാക്കിയുള്ളവരൊക്കെ എന്ത് തിങ്ക് ചെയ്യും, ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. അല്ലെങ്കിൽ ഈ കൊച്ചു പിള്ളേരെല്ലാം ഇങ്ങനെയാണ്, അവർക്കാന്നുണ്ടെങ്കിൽ ചിന്തിക്കാൻ പോലും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇതേക്ക് മിന്നാന്നുണ്ടെങ്കിൽ ആ ഒരു പാഴ്സൽ എടുത്ത് ജിൻഡയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ സോറി പറയണം, നിങ്ങളാന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസ് തന്നില്ലേന്ന് പറഞ്ഞ് നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ അവന്റെ ഹെൽമെറ്റ് ഊരി മാറ്റിയിട്ട്, ആക്ച്വലി സാർ ഞാനാന്നുണ്ടെങ്കിൽ ഒരു ഡെലിവറി ബോയ് ആണ്, എനിക്കാന്നുണ്ടെങ്കിൽ നിന്ന് തിരിയാൻ പോലും സമയമില്ല, ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഫുഡ് കഴിക്കാൻ പോലും എനിക്ക് ടൈം കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഞാൻ ഓരോ ഡെലിവറി നടത്തുന്ന ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് എനിക്കിങ്ങനെ ഹെൽമെറ്റ് ഊരി മാറ്റാനൊന്നും പറ്റത്തില്ല, നിങ്ങളത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ ദേഷിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അന്ന് നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് തന്നെ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അവൻ എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേന്ന്. അപ്പോഴേക്കും ആച്ചിയുടെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. പിന്നെ കളിക്കുന്ന രണ്ടുപേരും കൂടി എപ്പോഴും വരാനുള്ള ആ റോഡ് സൈഡിലുള്ള കടയില്ലേ അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ ജിൻഡ ചോദിക്കുന്നുണ്ട് എന്താ ഇനി അടുത്ത പ്രശ്നമെന്ന്. അപ്പോൾ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ വേറെന്താ പ്രശ്നം, ആ സെയിം പ്രശ്നം തന്നെയാണ്. അവനാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ അവനെ യൂസ് ചെയ്യാമെന്നാണ്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ജോലി തന്നെ കിട്ടിയാൻ വേണ്ടി തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ നീ എന്തൊരു മന്ദോത്തരായി പറയുന്നത്, ആക്ച്വലി നീ ജോബ് അല്ല ക്വിറ്റ് ചെയ്യേണ്ടത്, നീ നല്ലൊരു ഡോക്ടറിനെ പോയി ചെന്ന് കാണ്, നീ എന്തൊക്കെയാണ് പറയുന്നത്, അവന് നിന്റെ മേലെ ക്രഷ് ഉണ്ടെന്നാ, അതുകൊണ്ട് നീ ജോലി ക്വിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നോ. ഇതേക്കുന്ന ആച്ചിയാന്നുണ്ടെങ്കിൽ പ്ലീസ് ഞാൻ പറയുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുക. അവനാന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും എൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്, എനിക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനല്ലേ ശരിക്കും അവൻ്റെ അടുത്ത് തെറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, അവനെ നിനക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നീ അവൻ്റെ അടുത്ത് അകലം പാലിക്കാനേ. ഇതേക്ക് നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഞാൻ അകലം പാലിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന്. ഇതേക്ക് നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നിനക്ക് ശരിക്കും അവനെ ഇഷ്ടമാണല്ലേ എന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ നീ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് അവനെ ഇഷ്ടമാണെന്നോ, ഞാനെങ്ങനെ അവനെ ഇഷ്ടപ്പെടാനാണ്, ഈവൻ എനിക്ക് ലവ് എന്താന്ന് പോലും അറിയത്തില്ല എന്ന് പറയുമ്പോഴേ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യ്, അവൻ്റെ അടുത്ത് അകലം പാലിക്കുക, അതായിരിക്കും നിനക്ക് നല്ലത്. നീ ജസ്റ്റ് അവനെ ഒരു കൊളീഗായിട്ട് മാത്രം കണ്ടാൽ മതി, ആ ഒരു രീതി അവൻ്റെ അടുത്ത് പെരുമാറിയാൽ മതി, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അവിടുന്ന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഒരു കവർ എടുത്തിട്ട് ജിൻഡയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡയാന്നുണ്ടെങ്കിൽ എന്തോ ഇതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നീ തുറന്നു നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ്. ജിൻഡ തുറന്നു നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതൊരു പെന്നാണ്, അതേപോലെ തന്നെ ഒരു നോട്ടിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ജിൻഡ, നീ എന്നുണ്ടെങ്കിൽ ഈ ലോകം അറിയപ്പെടുന്ന ഒരു നോവലിസ്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞ് എഴുതിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് നീ അതെല്ലാം മറന്നു പോയി കാണുമെന്ന്. അങ്ങനെ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ്, ഉറങ്ങി കിടക്കുന്ന ടൈമിലാന്നുണ്ടെങ്കിൽ കോളിംഗ് ബെല്ലടിക്കാണ്. അവൻ ചെന്ന് തുറന്നു നോക്കുമ്പോൾ അത് നമ്മുടെ മിൻ തന്നെയാണ്. മിന്നാന്നുണ്ടെങ്കിൽ പാഴ്സലായിട്ട് വന്നേക്കാണ്. ഇപ്രാവശ്യം കറക്റ്റായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വായിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ നമ്മുടെ ജിൻഡയ്ക്കാന്നുണ്ടെങ്കിൽ മിൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിൻ പറയുന്നത് ഞാൻ ശരിക്കും ഒരു അൺലക്കി തന്നെയാണ്, പിന്നെ ഞാൻ ഈ 60 വയസ്സുള്ള കിളവൻ്റെ അടുത്തേക്ക് വന്നല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ സൈൻ ചെയ്തിട്ട് ആ പെന്ന് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കയ്യിലേക്ക് ടച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മിന്ന് പിന്നെയും പറയുകയാണ് ഇയാൾ എന്തൊരു വീടായിട്ടുള്ള പേഴ്സൺ ആണ്, ഇയാൾക്കാന്നുണ്ടെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നല്ലോ എന്ന്. ഇതൊക്കെ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അത്ഭുതപ്പെടുവാണ്. എന്തിവിടെ നടക്കുന്നത്, നീ പിന്നെ എന്തെങ്കിലും പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാനെന്തോ പറയാനാണെന്ന്. അന്നേരം നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊരു കഷ്ടമാണ് എൻ്റെ കാര്യം, ഇയാളുടെ ഓൾഡ് മാൻ്റെ അടുത്ത് തന്നെ പിന്നെ ഞാൻ ഡെലിവറി ചെയ്യേണ്ടി വന്നല്ലോ എന്ന്. ഇതൊക്കെ നമ്മുടെ ജിൻഡയ്ക്കാന്നുണ്ടെങ്കിൽ ഡൗട്ട് തോന്നിയിട്ട് അവൻ പെട്ടെന്ന് തന്നെ നമ്മുടെ മിൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ ഭ്രാന്ത് വല്ലതാണോ, ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ എനിക്ക് ശരിക്കും കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോന്ന്. അപ്പോൾ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ സാർ പ്ലീസ് എൻ്റെ കയ്യിൽ നിന്ന് വിടുമോ, എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ്. നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറി വന്നിരുന്നിട്ട് അവനാന്നുണ്ടെങ്കിൽ ഏകദേശം വട്ട് പിടിച്ച അവസ്ഥയാണ്. അന്നേരം അവനാന്നുണ്ടെങ്കിൽ നമ്മൾ ആച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ച് വെക്കാണ്. അവൻ ഇതേപോലെ സൂപ്പർ പവറൊക്കെ കിട്ടിയ കാര്യങ്ങൾ താഴെ ഇരിക്കുന്ന പൂച്ച എടുത്ത് വെച്ചിട്ട് നോക്കുന്നുണ്ട്, പൂച്ച പറയുന്നതെല്ലാം കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോന്ന്. പൂച്ചയാണെന്നുണ്ടെങ്കിൽ വായി വരുന്നത് മൊത്തം പറയാണ് എന്നെ താഴത്തേക്ക് ഇറക്കി വിടടാ, ഞാൻ മരിക്ക് താഴത്തെ ഇരുന്നില്ലേ, എന്നെ താഴത്തേക്ക് ഇറക്കി വിടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിൽ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ കരൺ ഫുഡുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ലേഡിയുടെ പേര് ദുജ് എന്നാണ്.
പോവാണ്. അവളാന്നുണ്ടെങ്കിൽ നമ്മുടെ കരണിനെ വിളിക്കുന്നുണ്ട്. കരൺ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് കരൺ വരുന്ന കാണുമ്പോൾ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ജിൻ്റെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കൊളീഗിൻ്റെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതേപോലെ ബിഹേവ് ചെയ്യണമെന്ന്. ഇവനാന്നുണ്ടെങ്കിൽ അതേ രീതി ബിഹേവ് ചെയ്തിട്ട് ഫുഡൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മാറി വലിച്ച് കഴിക്കുന്ന പോലെ കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ കരണെന്നുണ്ടെങ്കിൽ ആച്ചി എടുത്ത് ആച്ചി നിനക്ക് ഈ ഫുഡ് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പെട്ടെന്ന് തന്നെ ഇവൻ ആലോചിച്ചിട്ട് നിനക്ക് ഈ ഫുഡിൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ, എനിക്കെന്നുണ്ടെങ്കിൽ വർക്ക് വരായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ പാട്ടിന് ഇവനാന്നുണ്ടെങ്കിൽ വർക്ക് വരായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇതേക്ക് നമ്മുടെ ദുജാന്നുണ്ടെങ്കിൽ നിനക്കിത് എന്താ പറ്റിയത്, ഇപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യമല്ലേ സംസാരിച്ചാൽ പിന്നെ എന്ത് പറ്റി പെട്ടെന്ന് തന്നെ വർക്കിൻ്റെ കാര്യം സംസാരിച്ചത്, നിനക്കിനി എംപ്ലോയി ഓഫ് ദി ഇയർ അവാർഡ് വാങ്ങിക്കാൻ വല്ല ഉദ്ദേശം വല്ലതും ഉണ്ടെന്ന് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേക്ക് നമ്മുടെ കരണ്ടും ചിരിക്കുന്നുണ്ട്. അത് നമ്മുടെ കരണ്ടിൻ്റെ അടുത്ത് ദുജാന്നുണ്ടെങ്കിൽ കാരണം നിനക്ക് ഏത് ടൈപ്പാണ് ഇഷ്ടം, ഞാൻ ഉദ്ദേശിച്ചത് ഫുഡിൻ്റെ കാര്യമല്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് എന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ ഇതേക്ക് നമ്മൾ ആച്ചിയാന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് ആ ടൈപ്പ് അല്ലേ, ആ ടൈപ്പ് പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും നമ്മുടെ കമ്പനിക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാവുമെന്ന്. ഇതേക്ക് നമ്മുടെ ദുജാന്നുണ്ടെങ്കിൽ പായുടെ അടുത്ത് പായ് ഇവനിത് എന്താ പറ്റിയത്, എനിക്ക് തോന്നുന്നു ഇവനാന്നുണ്ടെങ്കിൽ എംപ്ലോയി ഓഫ് ദി ഇയർ അവാർഡ് വാങ്ങിക്കാനുള്ള ശ്രമത്തിലല്ല, ഇവൻ നേരെ സിഇഒയിലേക്ക് പോകാനുള്ള വല്ല ഉദ്ദേശം വല്ലതും ആണെന്ന്. അങ്ങനെ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ പ്രിന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അവൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ കരൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. കരൺ പോയ പടെ തന്നെ എന്നിൽ കരൺ ഇവിടുന്ന് പോയി, ഇനിയിപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാമല്ലോ എന്നൊക്കെ. ഇവനാന്നുണ്ടെങ്കിൽ ഒരു അടുക്ക് ഫയലായിട്ട് വരുമ്പോൾ ഫയലെല്ലാം കൂടി അങ്ങ് താഴത്തേക്ക് വീഴുവാണ്. താഴത്തേക്ക് വീഴുമ്പോഴാണ് ഇവനെ ആലോചിക്കുന്നത് കരൺ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാരണം എനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ എടുത്തു വെച്ച് തരുമായിരുന്നു. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ അവൻ എന്നെ നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടുന്ന അഡ്വൈസ് തരുന്നുണ്ട്, അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്താ ഇത്രയധികം ബാഡായിട്ട് ഫീൽ ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് ഇത്രയധികം പാനിക് ആവുന്നത്, അതേപോലെ തന്നെ അവൻ്റെ അടുത്ത് എനിക്കിങ്ങനെ കോളീഗായിട്ട് പെരുമാറാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോഴേക്ക് നമ്മുടെ കരൺ അവിടേക്ക് വരുന്നുണ്ട്. കരൺ വന്നപ്പോൾ തന്നെ ആച്ചി ഈ എന്തെങ്കിലും ഒരുമാതിരി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നത്, ഇന്ന് ഉച്ചയോടെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആണെന്ന് പറയാണ്. ഇതേക്കെന്ന് കാരണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആച്ചി എനിക്കാന്നുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് വർക്കിനെ പറ്റി നിൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ടായിരുന്നു, നീ ഇപ്പോൾ ഫ്രീ ആവുമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഫ്രീ ആണ്, ഒരുപാട് സന്തോഷപ്പെടുന്നുണ്ട്. ഫൈനലി നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ ഇവനൊരു കോളീഗായിട്ട് കണ്ടല്ലോ, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഫ്രീ ആണെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ അടുത്ത തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഞാൻ അവിടെ ഒരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം ഡിസ്കസ് ചെയ്യാമെന്ന് പറയണേ. ഇത് കേൾക്കുന്ന നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഇവൻ മാറാനേ പോകുന്നില്ല, ഇവനെ പറ്റി നല്ല ചിന്തിച്ച് എന്നെ വേണം പറയാനെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ കരൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം എന്നുണ്ടെങ്കിൽ അവൻ്റെ കാലെടുത്തിട്ട് നമ്മുടെ കരൻ്റെ കാലിലേക്ക് ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരൺ പറയുന്നത് ഈ ഒരു ടേബിൾ ഞാൻ ബുക്ക് ചെയ്ത് നന്നായി, ശരിക്കും ഞാൻ വിചാരിച്ചല്ല ആച്ചി എൻ്റെ കൂടെ വരുമെന്ന്, സത്യം പറയാന്നുണ്ടെങ്കിൽ സ്വപ്നം കാണുവാണോ, ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഇവൻ്റെ കാലിലേക്ക് പിടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആച്ചിയെന്നുണ്ടെങ്കിൽ കരൻ്റെ അടുത്ത് കരൺ നീ എൻ്റെ അടുത്ത് എന്താ വർക്ക് വരായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താ അതിനെ പറ്റി സംസാരിക്കണമല്ലോ ചോദിക്കുമ്പോൾ നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിനെ പറ്റിയിട്ടല്ല സംസാരിക്കാനുള്ളത്, ബോസ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്നുണ്ടെങ്കിൽ ഒരുമാതിരി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നെന്ന്, അപ്പോൾ പിന്നെ നിന്നെ കൊണ്ട് പുറത്തേക്ക് വരാണ്ട് പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ ആച്ചിയെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഈ കരൺ ആളൊരു മിടുക്കൻ തന്നെയാണ്, എന്ത് കാര്യം പറഞ്ഞാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവന് നന്നായിട്ട് തന്നെ അറിയാമെന്ന്. അതും പറഞ്ഞിട്ട് പിന്നെ ഇവനാന്നുണ്ടെങ്കിൽ കാലിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരണെന്നുണ്ടെങ്കിൽ പിന്നെയും പറയുന്നുണ്ട് ആച്ചി ഈ ഒരു വൗച്ചറിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇന്നാണ്, ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരിക്കലും കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പോഴേക്കും ആച്ചിയുടെ കഴിക്കുന്ന ചോപ്പ് സ്റ്റിക്ക് താഴത്തേക്ക് പോകുന്നുണ്ട്. നമ്മളെ കരണെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ആച്ചിയെന്നുണ്ടെങ്കിൽ ഏതൊന്നും വേണ്ട നീ ഫുഡ് നോക്കിയേക്ക് ഞാൻ അത് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പിന്നെയും ടച്ച് ആവണം, എനിക്കാന്നുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ഡേറ്റിങ്ങിന് വിളിക്കണമെന്നുണ്ട്, പക്ഷേ നിനക്കത് കേൾക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വന്ന് വിളിക്കാത്തത്, നീ എപ്പോഴും എൻ്റെ കൊളീഗായിട്ട് ഇരുന്നാലും മതി, നിന്റെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ചിരി അതെന്നും അങ്ങനെ തന്നെ കാണണം, ഇതിപ്പോൾ നീ എൻ്റെ അടുത്ത് ഒരു കൊളീഗായിട്ട് നിന്നാലും ഞാൻ അതിന് ഓക്കെ ആണെന്ന്. ഇതൊക്കെ നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊരു സെൽഫിഷാണ്, ഞാൻ എപ്പോഴും കെയർ ചെയ്യുന്നത് എൻ്റെ ഫീലിങ്സ് മാത്രമാണ്, ഞാൻ ഒരിക്കലും അവൻ്റെ ഫീലിങ്സ് കെയർ ചെയ്തിട്ടില്ല എന്ന്. ഇതിവൻ മനസ്സിലാലോചിച്ചിട്ട് നമ്മുടെ കരൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇവൻ സോറി പറയുന്നുണ്ട്. കരനാന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, അവനാണെന്നുണ്ടെങ്കിൽ എന്തിനിപ്പോൾ എൻ്റെ അടുത്ത് സോറി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നിനക്ക് വേണ്ടിയിട്ട് ഇന്നേ വരെ ഞാൻ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന്. അപ്പോഴേക്കും അവിടേക്കാണെന്നുണ്ടെങ്കിൽ ലേഡി വരുന്നുണ്ട്. ലേഡി വന്ന പടം തന്നെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചോ, മേലാന്നുണ്ടെങ്കിൽ ഒരുപാട് ശബ്ദം വരുന്നുണ്ട്, അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ പാർട്ടി നടക്കുവാണ്, അതിന് സോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളുടെ കമ്പനി നോർമലി ഇങ്ങനെ തന്നെയാണ്, ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണെന്നൊക്കെ പറഞ്ഞു തീർന്ന് ഇവർ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദുജാന്നുണ്ടെങ്കിൽ റോക്കിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ബോസ് നിപ്പോണ്ട് ഇടാ നീ എവിടേക്കാടാ പോകുന്നത്, ഇവിടെ പാർട്ടി ഒന്നും കഴിഞ്ഞിട്ടില്ല, മരയ്ക്ക് കയറി വന്നിരിക്കടാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ റോക്കാന്നുണ്ടെങ്കിൽ
പറയുന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ട്, അതാ നോക്കി ബോസ് അടുത്ത് പോയിട്ടുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ആച്ചയും കരനെയാണ്. കണ്ട പോലെ തന്നെ ആ ആച്ചയും കരണോ നിങ്ങളെന്താ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ രണ്ടുപേരെയും കൂടി മേളിലേക്ക് പിടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര പാട്ട് പാടലും ആകെപ്പാടും ബഹളമാണ്. അപ്പം നമ്മുടെ കരൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ആച്ചയെന്നുണ്ടെങ്കിൽ കരൻ്റെ കയ്യിലേക്ക് ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരൻ്റെ മൈൻഡാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എനിക്കൊരു അവസരം കിട്ടിയതായിരുന്നു ആച്ചയായിട്ടൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലും ഇല്ലാതാക്കിയില്ലേ, ഈ ആൾക്കാരൊക്കെ എന്തൊരു ദുഷ്ടന്മാരാന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട്, ഇവന് ഇങ്ങനെയും തിങ്ക് ചെയ്യാൻ അറിയാവുന്നൊക്കെ. അപ്പോൾ അവരുടെ ബോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഗെയിം കളിക്കാമെന്ന് പറയാണ്. അങ്ങനെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ നമ്പർ കൊടുക്കും, അതായത് നറുക്കെടുത്തിട്ടാണ് നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരാളാണെന്നുണ്ടെങ്കിൽ അയാൾ നമ്പർ വിളിച്ചിട്ട് അയാൾ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയും. അപ്പോൾ അത് അവർ ചെയ്തേ പറ്റത്തുള്ളൂ, അങ്ങനെയാണ് ഗെയിം. അപ്പോൾ അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ റോക്കിന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോസിനെ അടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അടിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് കിട്ടുന്നത്. അങ്ങനെ ഫൈനലി വരുന്നത് നമ്പർ 2 4 കൂടി കിസ് ചെയ്യണമെന്ന്. നമ്പർ 4 എന്ന് പറയുന്നത് നമ്മുടെ കരനാണ്. നമ്പർ 2 ആരെന്ന് പറഞ്ഞ് നോക്കിയാൽ അത് വേറെ ആരുമല്ല മക്കളെ, നമ്മുടെ ആച്ചിയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി കിസ് ചെയ്യണമെന്ന് എല്ലാവരും കൂടി പറയാണ്. ഇവർ രണ്ടുപേരും ഒരുമാതിരി ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദുജാന്നുണ്ടെങ്കിൽ അതൊന്നും പറ്റത്തില്ല, അതൊക്കെ ഫൗളാണെന്നൊക്കെ പറയുമ്പോൾ വേറെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഗെയിം എന്തായാലും ഗെയിം തന്നെയാണെന്ന്. ഇതേക്ക് നമ്മുടെ കാരനാണെന്നുണ്ടെങ്കിൽ ആച്ചി എടുത്ത് ആച്ചി ഇതൊരു ഗെയിമാണെന്ന് മനസ്സിൽ കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവനെന്നുണ്ടെങ്കിൽ കിസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. നേരെ ലിപ്പിലേക്ക് കിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഇത് കാണാൻ നമ്മുടെ കാരനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ലിപ്പിയിൽ കിസ് ചെയ്യാതെ അവൻ്റെ മുടി മാറ്റിയിട്ട് നെറ്റിയിലാണ് കിസ് ചെയ്യുന്നത്. കിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കാരണം നീ ശരിക്കും ഞങ്ങളെ ചീറ്റ് ചെയ്തതാണ്, ഇങ്ങനെയല്ല ഗെയിം അല്ലേ ബോസ് എന്ന് പറഞ്ഞാൽ ബോസിൽ നോക്കുമ്പോഴും ബോസാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ബോധം കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാരനാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. ആച്ചയെ കിസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആച്ചി എന്നുണ്ടെങ്കിൽ ഒരുമാതിരി പേടിച്ചിരുന്നില്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എനിക്കെന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് പറയാൻ തന്നെ നമ്മുടെ ആച്ചിയും പോകുന്നുണ്ട്. ആച്ചി വന്ന് നോക്കുമ്പോൾ നമ്മുടെ കാരനാണെന്നുണ്ടെങ്കിൽ റൂഫ് ടോപ്പിൽ നിൽക്കുകയാണ്. നീ എന്താ ഇവിടെ വന്ന് നിന്നേന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ കാരനാണെന്നുണ്ടെങ്കിൽ അകത്ത് ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് ഇവിടെ വന്ന് നിന്നേന്ന്. അപ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ കരൺ പറയുന്ന കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കരൺ പറയുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ ആച്ചയെ കിസ് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അവനെ കിസ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു പേടിയില്ലേ, ആ ഒരു പേടി എന്നെ വല്ലാണ്ടാക്കി. ഞാൻ ശരിക്കും അത് വേണമെന്ന് വെച്ചിട്ടല്ല ചെയ്തത്, ശരിക്കും അവൻ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഞാൻ കാരണമല്ലേ, ഞാൻ നിന്റെ മേലിൽ ലവ് വീണുണ്ടല്ലേ, സോറി ആച്ചി എന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അകത്തേക്ക് പോകാം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും തിരക്കുമെന്ന് ഇതും പറഞ്ഞിട്ട് നമ്മുടെ കാരനാന്നുണ്ടെങ്കിൽ നടന്നു പോവാണ്. അപ്പോൾ പുറയുന്ന നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഒന്ന് നിന്നേ കരൺ, ആര് പറഞ്ഞു നീ എന്നെ കിസ് ചെയ്തില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്, എനിക്ക് ശരിക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ഇതുവരെ ആരെയും കിസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെ കിസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അതിൻ്റെ മീനിങ് നീ എന്നെ കിസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നല്ല. ഇതേക്ക് നമ്മുടെ കാരനാന്നുണ്ടെങ്കിൽ സർപ്രൈസ്ഡ് ആയിട്ട് അടുത്തേക്ക് വന്നിട്ട് ആച്ചി നീ ഇപ്പം എന്തോ പറഞ്ഞത്, നീ ഇപ്പം എന്തോ പറഞ്ഞത്, നിനക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ആ ഉണ്ടെന്ന് പറയാണ്. അപ്പം നമ്മുടെ കാരനാന്നുണ്ടെങ്കിൽ അപ്പം പിന്നെ നീ അതിൽ ഓക്കെ ആണല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാരനാന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ചെല്ലുവാണ് കിസ് ചെയ്യാൻ വേണ്ടി പോകുന്ന രീതിയിൽ. സോ ഗൈസ് ഈ ഒരു സീനോട് കൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. സോറി ഗൈസ് ഈ ഒരു എപ്പിസോഡല്ല, ഈ ഒരു ഡ്രാമ തന്നെ ഇവിടെ തീരുകയാണ്. ഒരു കിസ്സിങ് സീനെങ്കിലും കാണിച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഓക്കെ ബേബ്സ് ടാറ്റാ ബൈ ബൈ.